ഒരേ സമയം പുറത്തുവിടുന്ന രണ്ട് അറിയിപ്പുകൾ, ആ രണ്ട് അറിയിപ്പുകളിൽ രണ്ടിടത്ത് ഒപ്പിടേണ്ടി വരുന്നു. പക്ഷേ രണ്ടിടത്തും രണ്ടൊപ്പ്. എന്നിട്ട് ഈ രണ്ട് വ്യത്യസ്തമായ ഒപ്പുകളും കൂടി ഒരുമിച്ച് ചേർത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി BJPയുടെ ഔദ്യോഗിക പേജിൽ കൂടിയും തൻ്റെ സ്വന്തം ഔദ്യോഗിക പേജിൽ കൂടിയും ഒക്കെ പുറത്തുവിടുക. നാട്ടുകാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണ് എന്നാണ് കേരളത്തിലെ BJPയുടെ പുതിയ അധ്യക്ഷൻ്റെ കണക്കുകൂട്ടൽ. ശരിക്കും കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ എൻട്രി, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ തന്നെ കംപ്ലീറ്റ് ഉഡായിപ്പുകളായിരുന്നു. അതിൽ പല കാര്യങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. അദ്ദേഹം പല വിവരങ്ങളും പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. ഒരു വ്യവസായിയാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും പറയേണ്ടുന്ന വിവരങ്ങൾ പലതും അതിനകത്ത് പറയാതിരിക്കാൻ ഞാനൊരു ദരിദ്രനാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. എന്തായാലും ഒരു അടിമുടി ദുരൂഹത നിലനിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് കേന്ദ്രത്തിലുള്ള സ്വാധീനവും പണത്തിൻ്റെ ബലവുമൊക്കെ കൊണ്ട് BJPയുടെ കേരളത്തിലെ അധ്യക്ഷനായി ഇവിടെ വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും ഒക്കെ മാനത്തോട്ട് നോക്കിയിരിക്കേണ്ടുന്ന സ്ഥിതിയായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്ന ആ പട്ടിക പുറത്തുവിടുന്ന ലെറ്റർ പേഡിൽ ആദ്യത്തെ പട്ടികയുടെ താഴെ ഒപ്പിട്ടിരിക്കുന്നത് മലയാളത്തിൽ രാജീവ് എന്നൊക്കെ എഴുതി എന്തോ വരച്ചിരിക്കുന്നു. മലയാളത്തിൽ രാജീവ് എന്നൊക്കെ എഴുതി അദ്ദേഹം ഒപ്പിടേണ്ടുന്ന ആ സാഹസം കാണിക്കേണ്ടുന്ന കാര്യമെന്ന് ആരെ ബോധ്യപ്പെടുത്താൻ? രാജീവ് ചന്ദ്രശേഖറിന് മലയാളം അറിയില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ മലയാളികൾക്ക് വഴങ്ങുന്നയാളല്ല എന്നുമുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അതിനെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും രാജീവ് എന്ന് മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് ഒരു വരയൊക്കെ വരച്ചിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ BJPയുടെ മറ്റ് ചില ഭാരവാഹികളെ, മേഖലാ ഭാരവാഹികളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ലിസ്റ്റ്, അതായത് ഇത് രണ്ടും ഒരുമിച്ച് ഒരൊറ്റ പോസ്റ്റായിട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഒപ്പ്, ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ഇട്ടിരിക്കുന്ന ഒപ്പ്. അപ്പോൾ സ്വന്തം ഒപ്പിൻ്റെ കാര്യത്തിൽ പോലും ഒരു രണ്ട് ലെറ്റർ പേഡ് ഒരേ സമയം പുറത്തുവിടുമ്പോൾ അതിനകത്തിട്ടിരിക്കുന്ന ഒപ്പിൽ പോലും ഒരു സമാനത പാലിക്കാൻ സാധിക്കുന്നില്ല. ഒരാളുടെ ഒപ്പ് എന്ന് പറയുന്നത് അയാളുടെ ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ടാണല്ലോ സൈൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ യഥാർത്ഥ ഒപ്പില്ലാതെ പുറത്തു വന്ന സംസ്ഥാന ഭാരവാഹികളുടെ പട്ടികയും വ്യാജമാണ് എന്ന് പറയേണ്ടി വരും. വ്യാജ ഒപ്പാണത്, പ്രസിഡന്റിൻ്റെ ഒപ്പ്. അതായത് BJPയുടെ സംസ്ഥാനത്തെ വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും മറ്റ് പ്രധാനപ്പെട്ട ഭാരവാഹികളെയും ട്രഷററെയും ഒക്കെ നിയമിച്ചുകൊണ്ടുള്ള ആ ഭാരവാഹി പട്ടികയിൽ ഇട്ടിരിക്കുന്ന ഒപ്പ് അദ്ദേഹത്തിൻ്റെ ഒപ്പല്ല. നമ്മൾ സാധാരണ കാണാറുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒപ്പില്ല. അദ്ദേഹം നാമനിർദ്ദേശ പത്രികയിൽ ഇട്ടിരിക്കുന്ന ഒപ്പല്ല. അദ്ദേഹം മേഖലാ ഭാരവാഹികളെ നിശ്ചയിച്ചുകൊണ്ട് പുറത്തുവിട്ടിരിക്കുന്ന ലെറ്റർ പേഡിൽ ഒട്ടിരിക്കുന്ന ഒപ്പല്ല. അതാണ് യഥാർത്ഥ ഒപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, നേരത്തെ നാമനിർദ്ദേശ പത്രികയിലൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരേ സമയം രണ്ടൊപ്പിടുന്നു. അതിലൊന്ന് വ്യാജമാണ്. അങ്ങനെയെങ്കിൽ വ്യാജ ഒപ്പിട്ട് പുറത്തുവിട്ടിരിക്കുന്ന പട്ടികയ്ക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്, എന്ത് വാലിഡിറ്റിയാണുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പ്രധാന ഭാരവാഹികളുടെ പട്ടിക, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനും MD രമേശും ഒക്കെ അടക്കുന്ന ആ ഭാരവാഹി പട്ടിക അത് വ്യാജ പട്ടികയാണ് എന്ന് കരുതേണ്ടി വരും. BJPയുടെ ഔദ്യോഗിക പേജിൽ കൂടി തന്നെ ഒരു വ്യാജ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറയും. അത്രമേൽ ശ്രദ്ധയില്ലാത്തവരായി മാറാമോ? BJP ഒരു ദേശീയ പാർട്ടിയല്ലേ. രാജീവ് ചന്ദ്രശേഖർ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും നല്ല അറിവുമൊക്കെ ഉള്ള ഒരാളാണ് എന്നാണല്ലോ വൈപ്പ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ബോധപൂർവം ഒരേ സമയം ഒപ്പിടുന്ന രണ്ട് സംഗതികളിൽ രണ്ടു തരം ഒപ്പിടാമോ? ഇതൊരു ഔദ്യോഗിക രേഖയല്ലേ, പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നതല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് അടിമടി ദുരൂഹത നിറഞ്ഞ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ടീമിനെ പ്രഖ്യാപിക്കുമ്പോഴും അതുതന്നെ തുടരുന്നു. യഥാർത്ഥത്തിൽ ഈ ടീമെന്ന് പറയുന്നത് എന്തോ മാസ് എന്നൊക്കെ പറഞ്ഞ് സംഖ്യകൾ ആടിക്കളിക്കുന്നുണ്ട്. എന്ത് മാസ്? പഴയ ആളുകൾ തന്നെ. മുരളീധര പക്ഷത്തെയും സുരയോടൊപ്പം നിൽക്കുന്ന ആളുകളെയും ഉള്ളിയെ അരിയുന്നത് പോലെ അരിഞ്ഞ് തള്ളി. അത്രയേ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളൂ. MD രമേശും ശോഭാ സുരേന്ദ്രനും ഒക്കെ നേരത്തെയും ഭാരവാഹികളായിരുന്നയാൾ. സുരേഷ് നേരത്തെയും ഭാരവാഹിയായിരുന്നയാൾ. അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി പ്രൊമോഷൻ കിട്ടിയെന്നുള്ളത് മാത്രമാണ്. അനൂപ് ആൻ്റണിയുടെ വരവ് പ്രതീക്ഷിച്ചിരുന്നതാണ്. അദ്ദേഹം ദേശീയ നേതൃത്വവുമായി അടുപ്പമുള്ള ഒരാൾ. ഈ ഉപാധ്യക്ഷന്മാർ മുരളീധര പക്ഷത്ത് നിന്ന് നേരത്തെ ജനറൽ സെക്രട്ടറിമാരായിരുന്നു, പാർട്ടിയെ കൈകാര്യം ചെയ്തിരുന്ന ആളുകളെയൊക്കെ ഉപാധ്യക്ഷന്മാരാക്കി ഒരു റോളുമില്ലാത്ത ഒരിടത്ത് കൊണ്ടുവച്ചു. സത്യത്തിൽ VK കൃഷ്ണദാസ്, MD രമേശുമൊക്കെ അടങ്ങുന്ന
മുരളീധര വിരുദ്ധ വിഭാഗത്തിൻ്റെ ഒരു പിണിയാളായി പുതിയ അധ്യക്ഷൻ മാറിയിരിക്കുന്നു എന്നുള്ളത് ചുരുക്കം. അതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. ജാതി അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് വളരെ സജീവമായി BJPക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഈ ഭാരവാഹി പട്ടിക കൊണ്ട് BJP ഇവിടെ എന്തായാലും മലമറിക്കാൻ പോകുന്നില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അടച്ചു എന്നുള്ളത് മാത്രം. പക്ഷേ ആ വീഞ്ഞടച്ചു വച്ചിരിക്കുന്ന പുതിയ കുപ്പി അതൊരു വ്യാജ കുപ്പിയാണ് എന്നുള്ളതാണ് ബോധ്യപ്പെടുന്ന കാര്യം. സ്വന്തം ഒപ്പിൻ്റെ കാര്യത്തിൽ പോലും നീതി പുലർത്താൻ സാധിക്കാത്ത ഒരാൾ, അതിനകത്ത് പോലും കൃത്യതയില്ലാത്ത ഒരാൾ, അയാൾക്ക് BJPയെ പോലൊരു പാർട്ടിയെ കേരളത്തിൽ നയിച്ച് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനാവുക? ആളുകൾ എങ്ങനെയാണ് ഇമാതിരി മനുഷ്യരെ വിശ്വാസത്തിലെടുക്കുക? മാധ്യമപ്രവർത്തകൻ ആ മൈക്ക് കൊണ്ടിടിച്ചത് നമ്മുടെ തൃശ്ശൂർ രാജാവ് കോവിയണ്ണനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മോഹൻലാലിനോട് ഒരു കാരണവശാലും നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. സാധാരണഗതിയിൽ വഴിയിലൊന്നും നിന്ന് ബൈറ്റ് കൊടുക്കുന്ന ഒരാളൊന്നുമല്ല മോഹൻലാൽ. മോഹൻലാലിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെയും മൈക്കും കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ ഓടുന്നത് എന്തിന്? ഒട്ടുമേ ന്യായമായ പ്രവൃത്തിയല്ലേ അത്. പക്ഷേ അവിടെ ആ മൈക്ക് കൊണ്ട് കണ്ണിന് അടിയേറ്റതിന് ശേഷം മോഹൻലാൽ നടത്തിയ പ്രതികരണം നോക്കൂ. അദ്ദേഹത്തിന് വേദനിച്ചു, നന്നായി വേദനിച്ചു. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്ന അദ്ദേഹത്തിന് വേണമെങ്കിൽ അപ്പോൾ പൊട്ടിത്തെറിക്കാം. ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. മോഹൻലാലിനെ പോലുള്ള ഒരാളിൻ്റെ കണ്ണിൽ മൈക്ക് കൊണ്ടടിച്ചാൽ അദ്ദേഹം ഏത് തരത്തിൽ പ്രതികരിച്ചാലും അത് സഹിച്ചേ മതിയാകും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൻ്റെ പക്വത നമ്മൾ കണ്ടില്ലേ? അവിടെയാണ് ഇത് നമ്മുടെ കോവിയണ്ണനായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടത്. അവിടെയാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള താരതമ്യം ഉണ്ടാകുന്നത്. തൃശ്ശൂർ രാജാവായിരുന്നെങ്കിൽ കേരളത്തിൽ ഇന്ന് അടിയന്തരവും വെള്ളപ്പൊക്കവും ഉണ്ടായേനെ, ഒരു സംശയവുമില്ല. സംഖ്യകളൊക്കെ ഇന്ന് ഉറഞ്ഞു തുള്ളിയേനെ മാധ്യമ ലോകത്തിനെതിരെ. മോഹൻലാൽ ആയതുകൊണ്ട് മോഹൻലാൽ പക്വതയോടുകൂടിയ ഒരു പ്രതികരണം നടത്തി, ഒരു തമാശ രൂപേണ മോനെ നിന്നെ ഞാൻ നോക്കി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയായിരുന്നു. ശരിക്കും നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇത്തരം ഘട്ടങ്ങളിൽ പാലിക്കേണ്ടുന്ന സാമാന്യമായ ഒരു മര്യാദ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മോഹൻലാൽ എന്ന വ്യക്തി എത്രമാത്രം ഉയരത്തിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം അദ്ദേഹം നമ്മുടെ മുന്നിൽ ഈ സംഭവത്തിലും ബോധ്യപ്പെടുത്തി തരുന്നു. അത് താരതമ്യം ചെയ്യേണ്ടത് ഉറപ്പായും തൊട്ടടുത്ത ആളുകൾ നിൽക്കുമ്പോൾ ദൂരേക്ക് മാറി നിൽക്കുക എന്ന് പറയുന്ന ഏറ്റവുട്ടടിക്കുന്ന താരരാജാവ് കൂടിയായ തൃശ്ശൂരിൻ്റെ രാജാവിൻ്റെ പ്രവൃത്തിയുമായിട്ടാണ് എന്നതാണ് നാം ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്